നായർ സർവീസ് സൊസൈറ്റിയിൽ അതായത് NSSൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ പോരുകളും അണിയറ നീക്കങ്ങളും ഒടുവിൽ പരസ്യമായൊരു മഹായുദ്ധ പ്രഖ്യാപനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഇപ്പോൾ പെരുന്നയിൽ നിന്നും ശക്തമായി ഉയരുന്നത്. മുൻ മന്ത്രിയും അതുപോലെ പത്തനാപുരത്തെ കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ മുൻ MLAയുമായി മാറിയ KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്തായിരിക്കും? സമുദായ സംഘടനകളുടെ അത്യുന്നത നയരൂപീകരണ സമിതിയായ ഡയറക്ടർ ബോർഡിൽ നിന്നും ഗണേഷ് കുമാറിനെ പൂർണ്ണമായും വെട്ടിനിർത്തിയ പെരുന്നാൾ നേതൃത്വത്തിലെ നടപടി കേവലം ഒരു സാധാരണ ആഭ്യന്തര മാറ്റമൊന്നുമല്ല, മറിച്ച് ഇത് വ്യക്തമായ രാഷ്ട്രീയ പ്രതികാരവും അപ്രമാദിത്വ പ്രഖ്യാപനമാണെന്ന് പറയേണ്ടി വരും. സംഘടനയ്ക്കുള്ളിൽ തൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങുക എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എങ്ങും ശാന്തത വരുമ്പോഴേക്കും പെരുന്നയിൽ മാത്രം യുദ്ധാന്തരീക്ഷം പുകയുകയാണ്. വളരെ കടുത്ത ഭാഷയിലാണ് G സുകുമാരൻ നായർ വിമർശനങ്ങൾക്ക് നേരെ മറുപടി നൽകിയത്. NSSൽ ജനാധിപത്യമില്ലെന്ന് ആരെങ്കിലും പറയുമോ എന്ന ചോദ്യത്തോടെയാണ് അദ്ദേഹം തൻ്റെ എതിരാളികളുടെ വായടപ്പിച്ചത്. ഒരു കാരണവശാലും സംഘടനയുടെ ജനറൽ സെക്രട്ടറി തള്ളിപ്പറയാൻ സംഘടനയ്ക്കുള്ളിൽ ആർക്കും കഴിയില്ലെന്നും അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് പോലും ഈ മണ്ണിൽ കാണണമെന്നുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പാണ് സുകുമാരൻ നായർ പരസ്യമായി ഉയർത്തിയിരിക്കുന്നത്. മാറ്റേണ്ടവരെ കൃത്യമായ സമയത്ത് മാറ്റുക തന്നെ ചെയ്യുമെന്നും ഇതിൽ മുൻ മന്ത്രിക്ക് എന്തെങ്കിലും പരാതിയോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ നിയമപരമായ വഴി തേടാമെന്നും കേസ് കൊടുക്കാമെന്നും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. G സുകുമാരൻ നായരുടെ ഈ കടുത്ത പ്രതികരണവും വെല്ലുവിളിയും അടങ്ങുന്ന വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം ബാക്കി പറയാം. ജനാധിപത്യം ഇല്ലെന്ന് NSSന് ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏത് കാര്യത്തിലാണ്? അല്ല, അത് വേലയാ, അത് 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 അവരുടെ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാനൊക്കെയല്ലോ സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണുകയല്ലേ. പ്രശ്നം അതാണോ? പക്ഷേ വിമർശനങ്ങൾ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് 12 പേരുടെ കത്ത് കൊടുത്തിട്ടും ഉദ്യോഗസ്ഥരാക്കി അവരംഗങ്ങളല്ലെന്നേ, കഴിഞ്ഞ കമ്മിറ്റിയിലെ അംഗങ്ങളല്ല. പിന്നല്ലാതെ അത് ഇപ്പോഴും അയാളുടെ കയ്യിലിരിക്കുന്നല്ലേ ഉള്ളൂ ഇപ്പോഴും. പിന്നെ നേതൃത്വത്തിന്റെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടോടെ ഗണേഷ് കുമാർ NSSന്റെ ഔദ്യോഗിക ചട്ടക്കൂടിൽ നിന്നും പൂർണ്ണമായും നിഷ്കാസിതനായി മാറിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സ്വന്തം സമുദായ സംഘടനയുടെ തലപ്പത്ത് നിന്നും പടിയിറക്കപ്പെടുന്നത് ഗണേശിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു ഇരട്ടപ്പകരമായി മാറിയിരിക്കുക കൂടിയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഒരു വശത്ത് ജനങ്ങൾ കൈവിട്ടു, മറുവശത്ത് സ്വന്തം സമുദായവും പടിയിറക്കുന്ന അവസ്ഥയാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ ഈ ശക്തമായ നടപടിയോട് KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ക്യാമ്പും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാമുദായ സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്യമായ ചെളിവാരി എറിയലിന് താനില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും വ്യക്തിപരമായ വേട്ടയാടലുകൾക്കും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കും മുന്നിൽ തനകുലിക്കില്ലെന്നാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നത്. NSS എന്നത് ഏതെങ്കിലും വ്യക്തിയുടെ മാത്രം സ്വത്തല്ലെന്നും അത് സമുദായത്തിൻ്റെതാണെന്നും പറയുന്ന ഗണേഷ് കുമാറിന്റെ മറുപടി വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. അദ്ദേഹത്തിനോട് അന്നും സാറേ എന്നെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറ്റില്ല. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു, അത് ഇനി നിൽക്കും. ഈ പത്തനാപുരത്തെ വിഷയത്തിൽ മാത്രമേ ജനാധിപത്യം അവിടെ ജനാധിപത്യമല്ല, അവിടെ ജനാധിപത്യമില്ല. ജനറൽ സെക്രട്ടറിക്ക് ഒന്നും കുഴപ്പമില്ല, അവിടെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയമില്ല. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടായില്ല. എനിക്ക് 12 പേര് എന്റെ പിന്തുണയുള്ള പേപ്പറിന്റെ ഇരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കി. 11 പേര് രാജിവെച്ചില്ലായിരുന്നോ? അവർ രാജി പിൻവലിച്ചല്ലോ 2 പേര്. അതെന്താ സ്വീകരിക്കാത്ത? അന്ന് തന്നെ രാജി പിൻവലിച്ചല്ലോ. രാഷ്ട്രീയമുണ്ടോ? അതെനിക്കറിയത്തില്ല. രാജി പിൻവലിച്ച് യൂണിയൻ സെക്രട്ടറി ഏൽപ്പിക്കാൻ പറഞ്ഞു, യൂണിയൻ സെക്രട്ടറി ഏൽപ്പിച്ചു. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാത്തത് എന്റെ കുഴപ്പമാണ്. അവർ പക്ഷേ വീണ്ടും ഒപ്പിട്ടിട്ട് ഞങ്ങൾ പിന്തുണച്ച് ഞങ്ങൾ രാജിവെച്ചിട്ടില്ല, ഞങ്ങൾ അദ്ദേഹത്തിന് ഗണേഷ് കുമാറിന് പിന്തുണ നൽകുന്നു എന്ന് എഴുതിയ കടലാസ് എൻ്റെ ഉണ്ട്. എല്ലാം കാണിച്ചുകൊണ്ടുള്ള പരാതി അവരിട്ട ഒറിജിനൽ പരാതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി കൂടി എന്റെ ഇരിപ്പുണ്ട്. ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ. ഇല്ല, അതിലൊന്നും കാര്യമില്ല. അത് ജനറൽ സെക്രട്ടറിയാണ് എല്ലാം തീരുമാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പോലും ഇതിനെ ഒക്കെ ആശ്രയിച്ചായിരുന്നില്ല. ഇല്ല, അത് RSSകാർ മറിച്ചോട്ട് ചെയ്തുകൊണ്ടാണ്. RSSും കോൺഗ്രസും കൂടെ ചേർന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഗണേഷ് കുമാറിനെ പെരുന്നയ്ക്ക് പുറത്തെത്തിക്കാൻ കാരണമായത്? വെറുമൊരു രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമാണോ ഇതിന് പിന്നിലുള്ളത്? അല്ല എന്ന് വേണം കരുതാൻ. കാരണം പത്തനാപുരം NSS താലൂക്ക് യൂണിയനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ഗണേഷ് കുമാറിന് NSSൽ വലിയ തിരിച്ചടിയാകുന്നത്. താലൂക്ക് യൂണിയന്റെ കീഴിലുള്ള പത്മ കഫേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങളുടെ അഴിമതി ആരോപണങ്ങളാണ് ഗണേശിനെതിരെ ഉയർന്നത്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് താലൂക്ക് യൂണിയനിലെ പകുതിയിലധികം അംഗങ്ങൾ ഒന്നിച്ച് രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഭരണസ്തംഭനവും ആഭ്യന്തര കലഹവും രൂക്ഷമായതോടെ പത്തനാപുരം യൂണിയൻ തന്നെ പെരുന്ന ഔദ്യോഗികമായി പിരിച്ചുവിടുകയായിരുന്നു.
സ്വന്തം തട്ടകത്തിലെ യൂണിയൻ കൈവിട്ടതോടെ തന്നെ ഗണേഷ് കുമാറിന്റെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തിനും ഇളക്കം തട്ടുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം നാട്ടിലെ സമുദായ സംഘടനയുടെ പിന്തുണ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് രാഷ്ട്രീയ മരണത്തിന് തുല്യം കൂടിയാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അടുത്തിടെയാണ് NSS ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചത്. ഇതിൽ ഗണേഷ് കുമാറിനൊഴികെ ബാക്കി 8 പേർക്കും ഡയറക്ടർ ബോർഡ് അംഗത്വം കൃത്യമായി പുതുക്കി നൽകാൻ പെരുന്നാൾ നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യവും. എന്നാൽ മുൻ മന്ത്രിയുടെ പേര് മാത്രം വളരെ കൃത്യമായി വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. ഗണേഷിന് പകരം BRK ബാബുവിനെയാണ് പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായി സൊസൈറ്റി തിരഞ്ഞെടുത്തത്. കാലാവധി കഴിഞ്ഞപ്പോൾ അംഗത്വം പുതുക്കി നൽകാതിരിക്കുകയായിരുന്നു എന്നാണ് പെരുന്നയുടെ ഔദ്യോഗികമായ വിശദീകരണമെങ്കിലും ഇത് കൃത്യമായ പുകച്ച് ചാടിക്കൽ തന്നെയാണെന്ന് വ്യക്തവുമാണ്. അഴിമതി ആരോപണങ്ങൾക്ക് പുറമെ G. സുകുമാരൻ നായരുമായി ഗണേഷ് കുമാർ ദീർഘകാലമായി പുലർത്തിയിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും ഈ പുറത്താക്കലിന് ആക്കം കൂട്ടിയെന്ന് പറയേണ്ടി വരും. NSS നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ഗണേഷ് കുമാർ അടുത്തിടെ പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും വരെ പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങൾ ജനമധ്യത്തിൽ ചർച്ചയാക്കിയത് പെരുന്നാൾ നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. സമുദായ സംഘടനയും അതിന്റെ നേതൃത്വത്തെയും പരസ്യമായി വെല്ലുവിളിച്ചാൽ എത്ര വലിയ സ്വാധീനമുള്ള നേതാവായാലും വെച്ച് പൊറുപ്പിക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് സുകുമാരൻ നായർ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പരമ്പരാഗതമായ അച്ചടക്ക രീതികളിൽ നിന്നും മാറിയുള്ള കടുത്ത പ്രതികരണങ്ങളാണ് സംഘടന ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായി ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരും നാളുകളിൽ NSSന്റെ രാഷ്ട്രീയ സാമൂഹിക ഇടപെടലുകളിൽ ഗണേഷ് കുമാറിന് യാതൊരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. സുകുമാരൻ നായരുടെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ഗണേഷിന്റെ മുൻ മന്ത്രി എന്ന പദവിക്കോ പഴയ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കോ പെരുന്നയിലൊട്ടും വിലപ്പോവില്ല എന്നാണ് ഈ മാറ്റം വ്യക്തമാക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാർ കൈവിട്ടതിന് പിന്നാലെ സ്വന്തം സമുദായ സംഘടനയും പടിയിറക്കിയതോടെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മുൻ MLA ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമുദായ സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന പുതിയ കല്ലുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പെരുന്നയും ഗണേഷ് കുമാർ തമ്മിലുള്ള ബന്ധം കേവലം വ്യക്തിപരം മാത്രമല്ല, മറിച്ചൊരു വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നതാണ്. പത്തനാപുരം പോലുള്ള മണ്ഡലത്തിൽ സമുദായ സംഘടനയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു പരിധിവരെ കാരണമായതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സംഘടനയ്ക്കുള്ളിലെ അച്ചടക്ക ലംഘനം വെച്ച് പൊറുപ്പിക്കില്ലെന്ന സുകുമാരൻ നായരുടെ ഈ വെടിക്കെട്ട് നിലപാട് ഗണേഷ് കുമാറിനെ മാത്രമല്ല, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റ് രാഷ്ട്രീയ അണിയറ പ്രവർത്തകരെ പോലും ഒരുപോലെ ആശങ്കയിലാക്കുന്നുണ്ട്. പെരുന്നയിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തായ ഗണേഷ് കുമാർ ഇനി LDFലോ UDFലോ പഴയതുപോലെ വിലപേശൽ നടത്താൻ കഴിയില്ല എന്നുള്ളത് പരസ്യമായ രഹസ്യം കൂടിയാണ്. കാരണം സമുദായ സംഘടനയുടെ പിൻബലത്തിലാണ് അദ്ദേഹം പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിച്ചിട്ടുള്ളത്. ഈ നടപടിയെ ഗണേഷ് കുമാർ എങ്ങനെ നേടുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. വരും ദിവസങ്ങളിൽ ഈ പോര് കൂടുതൽ മുറുകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും കേരളത്തിലെ സമുദായ രാഷ്ട്രീയത്തിലും ഇപ്പോൾ വലിയൊരു പടയൊരുക്കം തന്നെയാണ് നടക്കുന്നത്. സുകുമാരൻ നായരുടെ ഈ ശക്തമായ വെല്ലുവിളിക്ക് മുന്നിൽ ഗണേഷ് കുമാർ രാഷ്ട്രീയമായി എങ്ങനെ അതിജീവിക്കുമെന്നാണ് അറിയേണ്ടത്. സംഘടനയ്ക്ക് പുറത്തൊരു വലിയ ബദൽ ശക്തി രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നും അതോ പെരുന്നയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങേണ്ടി വരുമോ എന്നും വരും ദിവസങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കാഴ്ചയായി മാറുകയും ചെയ്യും.